എല്ലാവർക്കും ഓഗസ്റ്റ് 12, 2025 പ്രീ മാർക്കറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ എല്ലാ പ്രീ മാർക്കറ്റ് വീഡിയോസിലും നോക്കുന്ന പോലെ തന്നെ നമ്മൾ നിഫ്റ്റിയുടെ ഓപ്ഷൻസിൽ ഉള്ള ഡേറ്റയാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഓഗസ്റ്റ് 11 അറൗണ്ട് 11:30 PM ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഓഗസ്റ്റ് 12 ട്രേഡ് എടുക്കുന്നതിന് മുന്നേ നമ്മുടെ ഡേറ്റാസ് എങ്ങനെയാണ്, മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും, ട്രെൻഡിങ് ആയിരിക്കുമോ, ട്രേഡിംഗ് ആയിരിക്കുമോ, എന്തൊക്കെ ഡേറ്റ പോയിന്റ്സ് ആണ് റിലവൻ്റ് ആയിട്ടുള്ളത്, ഇങ്ങനെ ഒരു ഡേറ്റ ഓറിയൻറ്റഡ് ആയിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിലവൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ബേസിക്കലി ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ റിലീസായിട്ടില്ല, പക്ഷേ നാളെ ഒരു 4 മണി അടുപ്പിച്ച് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ റിലീസാവും. 4 മണിക്ക് അത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി ലോവർ ഇൻഫ്ലേഷൻ ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ US-ൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റ അത് കമ്പാരിറ്റീവ്ലി ഹയർ ഇൻഫ്ലേഷൻ ആയിരിക്കും എന്നുള്ളതാണ് എക്സ്പെക്റ്റേഷൻ, വളരെ ചെറിയ മൈന്യൂട്ട് ഹയർ ഇൻഫ്ലേഷൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ കുറയുന്നത് മാർക്കറ്റിന് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. US-ൻ്റെ ഇൻഫ്ലേഷൻ കൂടുന്നത് US മാർക്കറ്റിന് ബേസിക്കലി ഒരു സ്ലൈറ്റ് നെഗറ്റീവായിട്ടുള്ള ന്യൂസാണ്. US മാർക്കറ്റ് ഏകദേശം അതിൻ്റെ ഓൾ ടൈം ഹൈയുടെ അടുപ്പിച്ചൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് അങ്ങനെയല്ല. ഇന്ത്യൻ മാർക്കറ്റ് ഒരു 3 മന്ത്സിൻ്റെയൊക്കെ ലോയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കണ്ടത്, അതായത് ഓഗസ്റ്റ് 11 നമ്മൾ കണ്ടത് നല്ലൊരു റാലി ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടു അല്ലേ. ഈ ഇൻഫ്ലേഷൻ ഡേറ്റ അനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി അവിടെ നിൽക്കുന്നത് കൊണ്ട് അത് ഫാക്ടർഡ് ഇൻ ആയിരിക്കാം. എങ്കിലും അതൊരു പോസിറ്റീവ് ന്യൂസായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം ഇന്ത്യൻ ഇൻഫ്ലേഷൻ ഡേറ്റ എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലൊരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആയിട്ട് നിൽക്കുന്ന മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് റഷ്യ ഉക്രൈൻ വാറാണ്. ആ റഷ്യ ഉക്രൈൻ വാർ എന്തുകൊണ്ട് പോസിറ്റീവ് ആവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു പീസ് ഡീലിന് വേണ്ടിയുള്ളൊരു ടോക്ക് പുടിനും അതുപോലെ തന്നെ ട്രംപും തമ്മിൽ ഓഗസ്റ്റ് 15 നടക്കാൻ അലാസ്കയിൽ വെച്ച് ഒരു മീറ്റിംഗ് ഉണ്ടാവുന്നുണ്ട്. ബേസിക്കലി ഇവർ തമ്മിലൊരു മീറ്റിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. മറ്റേ സെക്രട്ടറി തലത്തിലുള്ള മീറ്റിംഗ്സും മിനിസ്റ്ററിയൽ തലത്തിലുള്ള മീറ്റിംഗ്സും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പലപ്പോഴും. പക്ഷേ ട്രംപും പുടിനും തമ്മിലുള്ള ഫസ്റ്റ് മീറ്റിംഗ് ആണിത്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല റിലവൻസ് ഉണ്ട്. മാർക്കറ്റ് എന്തെങ്കിലും രീതിയിലുള്ള ഒരു സീസ് ഫയറോ, ഒരു ടെമ്പററി സീസ് ഫയറോ, എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു സ്റ്റോപ്പേജ് വാറിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു വ്യൂ ആണ്. ഇനി നമ്മുടെ FIs-ൻ്റെയൊക്കെ ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഓഗസ്റ്റ് 11 FIs-ൻ്റെ ഡേറ്റ. ഈ ഡേറ്റയിൽ ബേസിക്കലി ഈ ഡേറ്റ ചേഞ്ച് ആവുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, ഇങ്ങനെ പെട്ടെന്ന് ചേഞ്ച് ആവുന്നത്. ഈ ചേഞ്ച് ആവുന്ന കാണിക്കുന്നത് ഓഗസ്റ്റ് 10 ഡേറ്റ ഇപ്പോൾ എങ്ങനെയായി മാറി എന്നുള്ളതാണ്. ഓഗസ്റ്റ് 10 ബേസിക്കലി FIs എല്ലാം ബെയറിഷ് ആയിരുന്നു. ഫ്യൂച്ചേഴ്സിൽ ബെയറിഷ് എന്നുള്ള മാറി അവർ ബുള്ളിഷും അല്ല ബെയറിഷും അല്ല എന്നുള്ളൊരു സിറ്റുവേഷനിലെത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഷോർട്ട്സ് എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓപ്ഷൻസിലും അതുപോലെ തന്നെ ഷോർട്ട്സ് എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അവർ പ്രത്യേകിച്ചൊരു പൊസിഷൻ അല്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. സ്റ്റോക്സിൽ കുറച്ച് സെല്ല് ഒഴിച്ചാൽ FIs ബേസിക്കലി ഒരു ബൈ സൈഡോ സെൽ സൈഡോ അല്ല അതൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഇനി പ്രോ ആയിട്ടുള്ള ട്രേഡേഴ്സ് അവർ പോസിറ്റീവാണ്. അവരുടെ ഓപ്ഷൻസ് നോക്കിയാലും അവർ പോസിറ്റീവാണ്. സെൽ സൈഡാണ് ഉണ്ടായിരുന്നതെല്ലാം തന്നെ കവർ ചെയ്തവരെല്ലാം പോസിറ്റീവ് സൈഡിലാണ്. എന്നാൽ നമ്മുടെ റീറ്റെയിലേഴ്സ് ബൈ സൈഡിൽ നിന്ന് സെൽ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് FIs-ൻ്റെ കാര്യം ഡിസൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രോ ട്രേഡേഴ്സ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു മൈൽഡ് ബുള്ളിഷ് ചാൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ ഒരു ചെറിയൊരു പോസിറ്റിവിറ്റി മാർക്കറ്റിലുണ്ടെന്ന് തന്നെ പറയാം. ഇനി നമ്മുടെ ഏഷ്യൻ മാർക്കറ്റ്സിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യൻ മാർക്കറ്റ്സ് ക്ലോസ് ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ പോസിറ്റീവിലാണ്. ഓഗസ്റ്റ് 11 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജപ്പാൻ്റെ മാർക്കറ്റ്, അതുപോലെ തന്നെ ചൈനയുടെ മാർക്കറ്റ്, ഹോങ്കോങ്ങിൻ്റെ മാർക്കറ്റ് എല്ലാം പോസിറ്റീവിലാണ്. ഇന്ത്യൻ മാർക്കറ്റും ഇന്നലെ പോസിറ്റീവാണ്, അതായത് ഓഗസ്റ്റ് 11 പോസിറ്റീവാണ്. ഇനി വോളറ്റിലിറ്റി ഇൻഡെക്സ് അല്ല, ഏഷ്യൻ മാർക്കറ്റ്സും ഇന്ത്യയുടെ നിഫ്റ്റിയുമായിട്ടുള്ള ഒരു വോളറ്റിലിറ്റി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാത്രമാണ് ഒരു ചെറിയ ഒരു കമ്പാരിറ്റീവ്ലി ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് നമുക്ക് തോന്നുന്നത്, ഒരു ബെയറിഷ് കേസായിട്ട് തോന്നുന്നത്. ജപ്പാൻ വളരെ പോസിറ്റീവാണ്. മേ ബി എനിക്ക് തോന്നുന്നു എന്തൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരിക്കും, ജാപ്പനീസ് ന്യൂസ് ഈ മൺഡേയിൽ. പക്ഷേ ഓഗസ്റ്റ് 11 മാർക്കറ്റിൽ ഞാൻ ട്രേഡ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് 1-2 പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രേഡിങ്ങിന് വേണ്ടി എനിക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അതുകൊണ്ട് എനിക്ക് ജപ്പാനിൽ എന്താണ് ഇത്ര പോസിറ്റീവ് ആയതെന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ യൂഷ്വലി ഒരു ന്യൂസ് ഉണ്ടാവുമെങ്കിൽ മാത്രമാണ് ബാക്കി മാർക്കറ്റുകളെ അപേക്ഷിച്ച് ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫിഗർ വരാൻ ചാൻസ്.
ഇനി മറ്റ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ചൈനയും അതുപോലെ തന്നെ ഹോങ്കോങ്ങിൻ്റെയൊക്കെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു 0.5 താഴെ പോസിറ്റീവേ ഉള്ളൂ. ഇന്ത്യൻ മാർക്കറ്റ് നല്ല രീതിയിൽ പോസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേ ബി ഒരു കറക്ഷന് ചാൻസ് ഉണ്ടാവും എന്നുള്ള രീതി നോക്കിയാൽ, ഡേറ്റ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മേ ബി അങ്ങനെ ഒരു വ്യൂ ഉണ്ട്. അതൊരു ബെയറിഷ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് അവിടെ ആ ഒരു ഡേറ്റ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. വോളറ്റിലിറ്റി, അതായത് ഏഷ്യൻ മാർക്കറ്റ്സും നമ്മുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റും തമ്മിലുള്ള ഒരു വോളറ്റിലിറ്റി നോക്കുന്ന സമയത്ത്. ഇനി OIയുടെ ഡേറ്റ നോക്കുകയാണെങ്കിൽ, ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ബേസിലുള്ള ഡേറ്റ നോക്കുകയാണെങ്കിൽ OI ഫീൽഡ് ഓഗസ്റ്റ് 11 എൻഡ് ചെയ്തേക്കുന്ന OI ഫീൽഡ്സ് നമ്മൾ നോക്കാനുള്ളത് നിഫ്റ്റിയുടെയാണ്. നിഫ്റ്റിയുടെ ഡേറ്റ നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് നിഫ്റ്റിയുടെ ഡേറ്റ നിൽക്കുന്നത്. OI ചേഞ്ച് ഞാൻ നോക്കുന്നില്ല. OIയുടെ ടോട്ടൽ ആയിട്ടുള്ള രീതിയിൽ നോക്കുമ്പോൾ ബേസിക്കലി ഈ ലെവല്, അതായത് 24,600 ആണ് കോൾ റൈറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുവാണ്. പക്ഷേ താഴോട്ടുള്ള ലെവൽ നോക്കുകയാണെങ്കിൽ 24,500 അതുപോലെ തന്നെ 24,400 ഈ രണ്ട് ലെവലിലും അത്യാവശ്യം പുട്ട് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് പുട്ട് സെല്ല് വന്നിട്ടുണ്ട്. ഇവിടെ കോൾ സെല്ലുണ്ട്, പക്ഷേ കോൾ സെല്ല് സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലെന്നുള്ള കാര്യം അറിയില്ല. അങ്ങോട്ടുള്ള ലെവലുകളിൽ നോക്കുമ്പോൾ മേജർ ആയിട്ടുള്ള ഒരു ലെവലുള്ളത് 25,000-ലാണ്. നിയറസ്റ്റ് ആയിട്ടുള്ള ലെവലുകളിൽ അത്രയും അധികം കോൾ സെൽസ് അവൈലബിൾ അല്ല. എന്നാൽ ഇവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള ലെവലുകളിൽ കോൾ സെൽസ് മീൻസ് പുട്ട് സെൽസ് ഉണ്ട്. അതുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ടാണ് എന്നുള്ള രീതിയിലാണ് OIയുടെ ഡേറ്റ കാണിക്കുന്നത്. ഇനി CPR നോക്കുകയാണെങ്കിൽ, CPR നിഫ്റ്റിയുടെ CPR ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നിഫ്റ്റിയുടെ CPR നമുക്ക് ചെക്ക് ചെയ്യാം. നിഫ്റ്റിയുടെ CPR ചെക്ക് ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ ഓഗസ്റ്റ് 11 CPRന് മുകളിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ട്രേഡിംഗ് കൈൻഡ് ഓഫ് റേഞ്ചിലാണ്, ഒരു വിഡ്ത്തുള്ള ഒരു CPR ആണ്. അതുകൊണ്ട് ഒരു ട്രേഡിംഗ് കൈൻഡ് ഓഫ് റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ CPR നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ CPR നോക്കുകയാണെങ്കിൽ ഇതും ഒരു ഏകദേശം ഒരു ഹയസ്റ്റ് ഒരു വിഡ്ത്തിൽ ഇതിന് മുകളിൽ തന്നെയാണ് ക്ലോസ് ആയിരിക്കുന്നത്. ഇനി പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് IT-യുടെ CPR അതുപോലെ തന്നെ ഓട്ടോയുടെ CPR. IT-യുടെ CPR-ഉം മുകളിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. ഇനി ഓട്ടോയുടെ CPR നോക്കുകയാണെങ്കിലും അത് ഹയറിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. ഇനി റിലയൻസിൻ്റെ CPR നോക്കിയാൽ റിലയൻസിൻ്റെ CPR-ഉം ഹയർ ലെവലിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. അതായത് CPR ലെവൽസിന് മുകളിലാണ്. ഒരു ട്രേഡിംഗ് റേഞ്ച് എന്നുള്ള രീതിയിൽ വൈഡൺ ആയിട്ടുള്ള CPR ആണ്. വൈഡൺ ആയിട്ടുള്ള ഈ CPR-ൻ്റെ മുകളിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ബുള്ളിഷ് മൊമെൻറ്റം, ഒരു ബുള്ളിഷ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു സെൻറ്റിമെൻറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് CPR ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഓർഡർ ഫ്ലോ അനാലിസിസിൽ നോക്കുകയാണെങ്കിൽ, ഓർഡർ ഫ്ലോ നോക്കിയാൽ ഓർഡർ ഫ്ലോയിൽ 300Kയുടെ ഓർഡേഴ്സാണ്, ബൈ ഓർഡേഴ്സാണ് പ്രീവിയസ് ഡേയിൽ സംഭവിച്ചിരിക്കുന്നത്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ബുള്ളിഷ് മൊമെൻറ്റം മാർക്കറ്റിലുണ്ട് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഓഗസ്റ്റ് 11 എൻഡ് ചെയ്തേക്കുന്ന ഡേറ്റ എല്ലാം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായും മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിലോട്ട് പതുക്കെ തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രീ മാർക്കറ്റിലുള്ള ഈ ഒരു ഡേറ്റയെ നമ്മൾ ശരിക്കും നാളെ ഒന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു 9:30 ലെവലിലൊക്കെ ഇതേപോലുള്ള മാർക്കറ്റ് ഡേറ്റയൊക്കെ വെച്ച് കൂട്ടി വായിച്ച് നോക്കിയാൽ മാത്രമേ യഥാർത്ഥ പിക്ചർ അറിയാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇതുകൊണ്ട് നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഈ പ്രീ മാർക്കറ്റ് കൊണ്ട് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ഏത് ലെവൽസ് മനസ്സിലാക്കിയാൽ, അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് മനസ്സിലാക്കിയാൽ അതനുസരിച്ച് ട്രേഡിംഗ് ചെയ്യാൻ അത് ഹെൽപ്ഫുള്ളാണ്. അതിൻ്റെ റെസിസ്റ്റൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിന് റെസിസ്റ്റൻസ് ലെവൽ അറൗണ്ട് ഈ ലെവലാണ്. 24,630-ലാണ് റെസിസ്റ്റൻസ് ലെവൽ, റെസിസ്റ്റൻസിന് അടുത്താണ്. സപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ 24,340 ലെവൽ. ടെമ്പററി ആയിട്ടുള്ള റെസിസ്റ്റൻസും സപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് 300, അതുപോലെ തന്നെ 650, 24,350, 24,650 റേഞ്ചിനിടയ്ക്കാണ് മാർക്കറ്റ്. ഇത് രണ്ടുമാണ് മാർക്കറ്റിന് ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസും സപ്പോർട്ടുമായിട്ട് നിൽക്കുന്നത്. ആ റെസിസ്റ്റൻസ് ലെവലിൽ നിയർ ആണ് മാർക്കറ്റ്. പക്ഷേ ബാക്കിയുള്ള എല്ലാ ഡേറ്റയും നോക്കുമ്പോൾ ഏകദേശം മാർക്കറ്റ് ഒരു കൈൻഡ് ഓഫ് ബുള്ളിഷ് മൊമെൻറ്റത്തിലാണ്. മേ ബി ഡിപ്പ് ഓൺ ബൈ എന്നുള്ള രീതിയിൽ ആയിരിക്കാം മാർക്കറ്റ് നാളെ പ്ലേ ചെയ്യുക എന്ന് തോന്നുന്നു. പക്ഷേ ഇതെല്ലാം ജസ്റ്റ് ഒരു വ്യൂ ആണ്, ഒരു പ്രോബബിലിറ്റി വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് മാത്രമാണ്. ഇതൊരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ വ്യൂവും കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം മാർക്കറ്റിനെ റീഡ് ചെയ്യാനായിട്ട്. അതുപോലെ നിങ്ങൾ ഇതേപോലെ ഒരു അനാലിസിസ് ഡെഫിനറ്റ്ലി മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു 9:30, 9:45 ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്, കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ട്, ഒരു പ്രോബബിലിറ്റി കുറച്ചും കൂടെ ഇൻക്രീസ് ആയിട്ടുള്ള ഒരു സാധനം നിങ്ങൾക്ക് ചെയ്യാൻ ഡെഫിനറ്റ്ലി പറ്റും. അതിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് നാളത്തെ മാർക്കറ്റിൻ്റെ വ്യൂ. ഓഗസ്റ്റ് 12, 2025 മാർക്കറ്റിലെ വ്യൂ.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ സീരീസ് പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ കമൻറ്റാണ് എൻ്റെ ഈ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുന്നു എന്നുള്ള രീതിയിൽ അറിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും പോയിന്റ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് വീഡിയോ സീരീസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യൂ. അപ്പോൾ എല്ലാവർക്കും നാളെ ഹാപ്പി ട്രേഡിംഗ്, ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഡേ തന്നെ ആശംസിക്കുന്നു. ബൈ ബൈ.